ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ മിൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ബയോളജിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണിത്. നമ്മളിതുവരെ ആൽഗയുടെ ഇൻട്രൊഡക്ഷൻ വരെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽഗയുടെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. ഈ കാണിച്ചിട്ടുള്ളത് ആൽഗയുടെ ഡിവിഷനാണ്. ആൽഗയെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ക്ലോറോഫൈസെ, ഫെയോഫൈസെ, റോഡോഫൈസെ. 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ക്ലോറോഫൈസെ, ഫെയോഫൈസെ, റോഡോഫൈസെ. ഈ ക്ലാസിഫിക്കേഷൻ ഇതിനകത്തുള്ള പിഗ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സെൽസ്. ഏതൊക്കെ പിഗ്മെൻ്റ് ആണോ ഈ ആൽഗയ്ക്കകത്തുള്ളത് അതിനെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. സോ ആൽഗെ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3: ക്ലോറോഫൈസെ, ഫെയോഫൈസെ ആൻഡ് റോഡോഫൈസെ. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ക്ലോറോഫൈസെ. ക്ലോറോഫൈസെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതിനകത്ത് ക്ലോറോഫിൽ ഉണ്ടല്ലേ. സോ അതുകൊണ്ടാണ് ആ പേര് കൊടുത്തിട്ടുള്ളത്. മെയിൻ പിഗ്മെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ക്ലോറോഫിൽ തന്നെയാണ്. ക്ലോറോഫിൽ എയും ബിയുമാണ് ക്ലോറോഫൈസയ്ക്കകത്തുള്ള പ്രധാന പിഗ്മെൻറ്റ്. സോ ക്ലോറോഫിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് ആൽഗേനെ ക്ലോറോഫൈസെ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലോറോഫിൽ കൂടുതലായിട്ട് കാണുന്നത് കൊണ്ടാണ് ക്ലോറോഫൈസെ എന്ന് വിളിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഏത് കളറിലായിരിക്കും കാണാൻ പറ്റുന്നത്? ഗ്രീൻ കളറിലായിരിക്കും അല്ലേ. ക്ലോറോഫിലിൻ്റെ കളർ ഗ്രീൻ കളറിലായിരിക്കും. സോ ഗ്രീൻ കളേർഡ് ആൽഗയാണ് ക്ലോറോഫൈസെ എന്ന് വിളിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ഈ ക്ലോറോഫൈസയിൽ വരുന്ന എല്ലാ മെമ്പേഴ്സും യൂണിസെല്ലുലറാണ്. ഒരു സെല്ല് മാത്രം കൊണ്ടുണ്ടാക്കിയ ഓർഗാനിസംസ് ആയിരിക്കും. ദെൻ ഇറ്റ് വിൽ ബി കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. കൊളോണിയൽ, ഫിലമെൻറ്റസ് എന്ന് പറയുന്ന ടേംസ് എല്ലാം ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ കാണാം. കൊളോണിയൽ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വന്ന് കോളനീസ് ഫോം ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഫിലമെൻറ്റസ് എന്ന് പറയുമ്പോൾ ഫിലമെൻറ്റ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. ഇതെല്ലാം ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇതിൻ്റെ സെൽ വോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സെൽ വോൾ വിൽ ബി റിജിഡ്. ഓക്കെ, നല്ല റിജിഡ് ആയിട്ടുള്ള സെൽ വോളാണ് ക്ലോറോഫൈസയ്ക്കുള്ളത്. ആൻഡ് ദ സെൽ വോൾ ഈസ് കമ്പോസ്ഡ് ഓഫ് ഇന്നർ സെല്ലുലോസ് ആൻഡ് ഔട്ടർ പെക്ടോസ്. ആ സെൽ വോളിൻ്റെ കോമ്പോസിഷനാണ് പറഞ്ഞിട്ടുള്ളത്. അകത്ത് 2 ലെയറായിരിക്കും ക്ലോറോഫൈസയ്ക്കുള്ള സെൽ വോൾ. അതിൻ്റെ അകത്തെ ലെയറിലായിട്ട് നമുക്ക് സെല്ലുലോസ് ആയിട്ട് കാണാൻ പറ്റും. സോ ഇന്നർ ലെയർ സെല്ലുലോസിക്കാണ്, സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയതാണ്. ആൻഡ് പുറത്തെ ലെയർ പെക്ടോസ് കൊണ്ടുണ്ടാക്കിയതാണ്. ഓക്കെ, ഇന്നർ സെല്ലുലോസ് ആൻഡ് ഔട്ടർ പെക്ടോസ്. ഡാർക്ക് ഗ്രീൻ കളറാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ക്ലോറോഫൈസെ എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ കാണുന്ന ആൽഗയാണ്. ഓക്കെ, ക്ലോറോഫിൽ എയും ബിയുമാണ് ക്ലോറോഫൈസയ്ക്ക് അകത്തുള്ള പിഗ്മെൻറ്റ്സ്. ഓർക്കുക, ക്ലോറോഫിൽ എ ആൻഡ് ബി ആർ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ക്ലോറോഫൈസെ. പിന്നെ ഡെഫിനിറ്റ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ക്ലോറോഫിൽ എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനിറ്റ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് ക്ലോറോഫിൽ എൻക്ലോസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അല്ലേ. ക്ലോറോഫിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലേ, നമുക്കതറിയാം. ആൻഡ് ഈ ക്ലോറോപ്ലാസ്റ്റിന് ഓരോ ഷേപ്പ് പറയുന്നുണ്ട്. ക്ലോറോഫിൽ എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ക്ലോറോപ്ലാസ്റ്റിന് ഓരോ ഡെഫിനിറ്റ് ഷേപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ലോറോഫൈസയ്ക്ക് ഡെഫിനിറ്റ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ഷേപ്പ്? ഇറ്റ് വിൽ ബി എയ്തർ ഡിസ്കോയിഡ്, പ്ലേറ്റ് ലൈക്ക്, റെറ്റിക്കുലേറ്റ്, കപ്പ് ഷേപ്ഡ്, സ്പൈറൽ ഓർ റിബൺ ഷേപ്ഡ്. ഇങ്ങനെ പല ഷേപ്പിൽ ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോഫൈസയ്ക്കകത്ത് പ്രസൻ്റ് ആണ്. ഇനി ഇവർ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനലുണ്ട്. അതിനെയാണ് പൈറിനോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡ് ഇസ് സ്റ്റോർഡ് ഇൻ പൈറിനോയിഡ്സ്. ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓർഗനലിനെയാണ് നമ്മൾ പൈറിനോയിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫുഡ് ഇസ് സ്റ്റോർഡ് ആസ് പ്രോട്ടീൻ, സ്റ്റാർച്ച് ഓർ സംടൈംസ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. അപ്പോൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഈ ഫോംസിലൊക്കെയാണ്. പ്രോട്ടീനായിട്ടോ അല്ലെങ്കിൽ സ്റ്റാർച്ച് ആയിട്ടോ, ചില കേസസിൽ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ആയിട്ടായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ആ സ്റ്റോർ ചെയ്യുന്ന ഓർഗനലിൻ്റെ പേരാണ് എന്ത്? പൈറിനോയിഡ്സ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണം. ദെൻ റീപ്രൊഡക്ഷൻ 3 ടൈപ്സ് ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ഓർ സ്പോർ ഫോമേഷൻ. ഇതെല്ലാം ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവർ ആ ക്ലാസ് കണ്ടാൽ മതി. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ക്ലോറോഫൈസയിൽ എങ്ങനെയാണ് നടക്കുന്നത്? എയ്തർ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ഓർ ബൈ സ്പോർ ഫോമേഷൻ. 2, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് ത്രൂ സൂസ്പോർസ്. ഓക്കെ, ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള സൂസ്പോർസ് വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇറ്റ് മേ ബി എയ്തർ ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ് ഓർ ഊഗ്യാമസ്. ഈ ടേംസ് എല്ലാം ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അനൈസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ
സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയാണ് 2 ഗ്യാമേറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അനൈസോഗ്യാമസ് എന്ന് പറയുമ്പോൾ 2 ഗ്യാമേറ്റ്സും ഒരുപോലെ അല്ലാത്തതിനെയാണ് നമ്മൾ അനൈസോഗ്യാമസ് എന്ന് പറയുന്നത്. ഐസോഗ്യാമസ് എന്ന് പറയുമ്പോൾ 2 ഗ്യാമേറ്റ്സും ഒരുപോലെ ആണെങ്കിൽ അത് ഐസോഗ്യാമസ്, 2 ഗ്യാമേറ്റ്സും ഡിസിമിലർ ആണെങ്കിൽ അത് അനൈസോഗ്യാമസ്. ഊഗ്യാമസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് അനൈസോഗ്യാമിയാണ്. അവിടെ 2 ഗ്യാമേറ്റ്സും ഡിസിമിലർ ആയിരിക്കും, പക്ഷേ ഒരു ഗ്യാമേറ്റ് നോൺ മോട്ടൈലും മറ്റ് ഗ്യാമേറ്റ് മോട്ടൈലുമായിരിക്കും. അതാണ് ഊഗ്യാമസിൽ വരുന്ന ഡിഫറൻസ്. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ക്ലാമൈഡോമോണാസ്, വോൾവോക്സ്, ഉലോത്രിക്സ്, സ്പൈറോഗൈറ, കാര. ഇതിത്രയാണ് ക്ലോറോഫൈസയുടെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. എക്സാമ്പിൾസ് പഠിക്കണം. എക്സാമിന് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാം. എൻട്രൻസിനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. ക്ലാമൈഡോമോണാസ്, വോൾവോക്സ്, ഉലോത്രിക്സ്, സ്പൈറോഗൈറ, കാര. ഇത്രയാണ് ക്ലോറോഫൈസയ്ക്ക് വരുന്ന എക്സാമ്പിൾസ്. നെക്സ്റ്റ് ഫെയോഫൈസെ. ഫെയോഫൈസെ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയാണ്. ഓക്കെ, ക്ലോറോഫൈസെ എന്തായിരുന്നു? ഗ്രീൻ ആൽഗയായിരുന്നു. ഫെയോഫൈസെ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഈ ആൽഗയ്ക്കകത്തുള്ള പിഗ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിന് പേര് കൊടുത്തിട്ടുള്ളതെന്ന് അല്ലേ. ബ്രൗൺ ആൽഗയാണ് ഫെയോഫൈസെ. ആൻഡ് മോസ്റ്റ്ലി മെറൈനാണ്. മെറൈൻ എൻവയോൺമെൻറ്റിലായിരിക്കും നമുക്കിതിനെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. സിമ്പിൾ, ബ്രാഞ്ച്ഡ്, ഫിലമെൻറ്റസ് ഓർ സംടൈംസ് ഇറ്റ് വിൽ ബി പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ്. അതിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് പറയുന്നത്. ചില സമയത്ത് ഇത് സിംപ്ലി ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഇത് ഈ കാണുന്ന പോലെ സിമ്പിൾ ബ്രാഞ്ച്ഡ് ആയിരിക്കും, ഫിലമെൻറ്റസ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എക്ടോകാർപ്പസ് ഈ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും? പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഒരുപാട് ബ്രാഞ്ചസോട് കൂടി ഒരു മാസീവ് ഫോമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് കെൽപ്പ്, ഈ ഫിഗറിൽ കാണുന്ന പോലെ. ഓക്കെ, ചിലപ്പോൾ സിമ്പിൾ ബ്രാഞ്ച്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും? പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ആയിരിക്കും. സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെൻറ്റസിന് എക്സാമ്പിളാണ് എക്ടോകാർപ്പസ്. പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ആയിട്ട് ഒരു മാസീവ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് എക്സാമ്പിളാണ് കെൽപ്പ്. ഓക്കെ, ദെൻ സെൽ വോൾ. സെൽ വോൾ സെല്ലുലോസിക് സെൽ വോളാണ്. പിന്നെ അതിനൊരു ജലാറ്റിനസ് കോട്ടിങ് കൂടെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞതെന്ന് വ്യത്യസ്തമായിട്ട് ഒരു ജലാറ്റിനസ് കോട്ടിങ് കൂടെ ഉണ്ടാവും. ആ കോട്ടിങ്ങിനെ നമ്മൾ ആൽജിൻ എന്ന് പറയും. ഓക്കെ, സെൽ വോൾ സെല്ലുലോസിക് ആണ്, ഒരു ജലാറ്റിനസ് കോട്ടിംഗ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ആൽജിൻ. സോ ആൽജിൻ ഉള്ളത് ഏത് ആൽഗയ്ക്കാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഫെയോഫൈസയ്ക്കാണ്. ഓക്കെ, ആൽജിൻ ഈസ് പ്രസൻറ്റ് ഇൻ ഫെയോഫൈസെ. പിന്നെ പ്രധാനമായിട്ടുള്ള പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്ലോറോഫിൽ എയും സിയും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോറോഫിൽ ഉണ്ട്, ഇവിടെയും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഏത് പിഗ്മെൻറ്റാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഒരു സാന്തോഫിൽ പിഗ്മെൻ്റാണ്. അതിൻ്റെ പേരാണ് ഫ്യൂക്കോക്സാന്തിൻ. ഈ ഫ്യൂക്കോക്സാന്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബ്രൗൺ ആൽഗെ എന്ന് വിളിക്കുന്നത്. ഫ്യൂക്കോക്സാന്തിൻ ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള ഒരു പിഗ്മെൻ്റാണ്. ആ പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ബ്രൗൺ ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പിഗ്മെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഫ്യൂക്കോക്സാന്തിൻ ആണ്. അതൊരു സാന്തോഫിൽ പിഗ്മെൻ്റാണ്. ദെൻ ക്ലോറോഫിൽ എയും സിയും ഇതിൽ പ്രസൻ്റ് ആണ്. ഓക്കെ, ദെൻ ഫുഡ് മെയിനായിട്ട് സ്റ്റോർ ചെയ്യുന്നത് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ എന്ന് പറയുന്ന ഫോംസിലാണ്. ഫുഡ് സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയാണ്? ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ ഇങ്ങനെ പറയുന്ന 2 ഫോംസിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റ് സ്ട്രക്ചർ പറയുമ്പോഴേക്കും സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള വാക്യൂളും ന്യൂക്ലിയസും ഒക്കെ ഉണ്ട്. സാധാരണ നമ്മൾ പ്ലാന്റ് സെല്ലിലൊക്കെ പറയുന്ന പോലെ തന്നെ സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള വാക്യൂളുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, പ്ലാസ്റ്റിഡ് ഉണ്ട്. പ്ലാസ്റ്റിഡ് പ്ലാന്റ്സിൽ കാണുന്ന തന്നെ ഒരു സെൽ ഓർഗനലാണ്. ദെൻ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെയിനായിട്ട് ഫ്രാഗ്മെൻറ്റേഷൻ വഴി നടക്കുന്നുണ്ട്. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ത്രൂ ഫ്ലാജലേറ്റഡ് സൂസ്പോസ്. ഓക്കെ, സൂസ്പോസ് വഴിയാണ്. ഇതെല്ലാം ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. ഓക്കെ, ഫ്ലാജലേറ്റഡ് സൂസ്പോസ് വഴിയാണ്. സോ ഫ്ലജല എന്താണ്? മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു അപ്പൻഡേജ് ആണ് ഫ്ലജല. ഓക്കെ, സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്ലജലേറ്റഡ് സൂസ്പോസ് വഴിയാണ്. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ക്യാൻ ബി എയ്തർ അനൈസോഗ്യാമസ് ആവാം, ഐസോഗ്യാമസ് ആവാം, ഓർ ഊഗ്യാമസ് ആവാം. നേരത്തെ പറഞ്ഞതാണ്. ഐസോഗ്യാമസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഐസോഗ്യാമസ്. 2 ഗ്യാമേറ്റും ഒരുപോലെ ഇരുന്നാൽ ഐസോഗ്യാമസ്, ഡിസിമിലർ ആയാൽ അനൈസോഗ്യാമസ്. അനൈസോഗ്യാമിയുടെ തന്നെ ഒരു ടൈപ്പാണ് ഊഗ്യാമി. അവിടെ 2 ഗ്യാമേറ്റ്സും ഡിസിമിലർ ആയിരിക്കും, രണ്ടും ഒരുപോലെ ആയിരിക്കില്ല. പിന്നെ ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാമേറ്റ് മോട്ടയിലും, അതായത് മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതും, ഒരു ഗ്യാമേറ്റ് നോൺ മോട്ടയിലും ആയിരിക്കും. അതാണ് ഊഗ്യാമിയുടെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്തതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. എക്ടോകാർപ്പസ്, ഡിക്റ്റയോട്ട, ലാമിനേറിയ, സർഗാസം, ഫ്യൂക്കസ്. ഇത് ഇത്രയുമാണ് ഫെയോഫൈസയ്ക്ക് എക്സാമ്പിൾസ്. ഏതൊക്കെയാണ്? എക്ടോകാർപ്പസ്, ഡിക്റ്റയോട്ട, ലാമിനാരിയ, സർഗാസം,
ഫ്യൂക്കസ്. ഇത് ഇത്രയുമാണ് ഫെയോഫൈസയ്ക്ക് എക്സാമ്പിൾസ്. ഇനി നമുക്ക് ഫെയോഫൈസയുടെ അതായത് ബ്രൗൺ ആൽഗയുടെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഇമേജ് കാണിച്ചിട്ടുണ്ട്. സാധാരണ ഒരു ചെടി എങ്ങനെയാണോ മണ്ണിൽ നിൽക്കുന്നത് അതിന് കുറച്ച് പാർട്സ് ഇല്ലേ, അതായത് റൂട്ട്, സ്റ്റെം, ലീഫ്, അതുപോലെ തന്നെ ഇതിനും കുറച്ച് പാർട്സ് ഉണ്ട്. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത് റൂട്ട് പോലെ ഇരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. റൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ തന്നെയാണ്, അതിനെ സബ്സ്ട്രേറ്റത്തിലേക്ക് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഹോൾഡ് ഫാസ്റ്റിൻ്റെ ഫംഗ്ഷൻ. ദെൻ സ്റ്റെമ്മ് പോലെ ഇരിക്കുന്ന പാർട്ട് അതിനെ നമ്മൾ സ്റ്റൈപ്പ് എന്ന് പറയും. സ്റ്റൈപ്പ്, ആ സ്റ്റോക്കിനെയാണ് നമ്മൾ സ്റ്റൈപ്പ് എന്ന് പറയുന്നത്. ദെൻ ലീഫ് പോലെ വരുന്ന പാർട്ട് അതിനെ നമ്മൾ ഫ്രോണ്ട് എന്ന് പറയും. ഓക്കെ, ലീഫ് ലൈക്ക് പാർട്ടാണ് ഫ്രോണ്ട്. അടുത്തത് നോക്കാം, റോഡോഫൈസേ. റോഡോഫൈസേ റെഡ് ആൽഗയാണ്. ഓക്കെ, റോഡോ, റെഡ്, പേര് തന്നെ സിമിലർ ആണ്, അങ്ങനെ ഓർത്തിരിക്കാം. റോഡോഫൈസേ ഈസ് റെഡ് ആൽഗെ. ഇതിന് ഈ റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റിൻ്റെ പേരാണ് ആർ ഫൈക്കോ എറിത്രിൻ. ഓർത്തിരിക്കുക, റോഡോഫൈസയ്ക്ക് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റിൻ്റെ പേരാണ് ആർ ഫൈക്കോ എറിത്രിൻ. സോ ആർ ഫൈക്കോ എറിത്രിൻ ഈസ് പ്രസൻറ്റ് ഇൻ വിച്ച് ആൽഗെ? റോഡോഫൈസയിലാണ്. ഓക്കെ, ഇനി ഇതിന് പുറമെ മറ്റ് 2 പിഗ്മെൻറ്റ്സ് കൂടെ ഉണ്ട്. ക്ലോറോഫിൽ എയും ഡിയും പ്രസൻ്റ് ആണ്. ഓക്കെ, സോ ഏതൊക്കെ പിഗ്മെൻറ്റ്സ് ആണ് റോഡോഫൈസയിൽ പ്രസൻ്റ് എന്ന് ചോദിച്ചാൽ ക്ലോറോഫിൽ എ, ഡി, ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർ ഫൈക്കോ എറിത്രിൻ. ഓക്കെ, പിന്നെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് വാം ഏരിയയിലായിരിക്കും. ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടർ, ഇങ്ങനെയാണ് മറ്റ് ഹാബിറ്ററ്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹാബിറ്ററ്റ് പറയുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത്? വാം ഏരിയയിൽ കാണുന്നുണ്ട്, ദെൻ ഫ്രഷ് വാട്ടറിൽ സംടൈംസ് നമുക്ക് കാണാൻ പറ്റും. മോസ്റ്റ്ലി കാണുന്നത് സോൾട്ട് വാട്ടറിലാണ്. ഓക്കെ, മോസ്റ്റ്ലി കാണപ്പെടുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് സോൾട്ട് വാട്ടറിലാണ്. ദെൻ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആണ്. റോഡോഫൈസയിൽ വരുന്നതെല്ലാം മൾട്ടി സെല്ലുലർ ആണ്. ഓക്കെ, ഒരുപാട് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ജീവികളാണ്. സോ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആണ്. ദെൻ സെൽ വോൾ ഇസ് മെയ്ഡ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. റോഡോഫൈസയുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടും പെക്റ്റിൻ കൊണ്ടുമാണ്. ദെൻ ഫ്ലജല്ല ഈസ് ആബ്സെൻറ്റ് ഇൻ റോഡോഫൈസേ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ ഇതിന് മുന്നേ പഠിച്ച 2 ആൽഗയിലും ഫ്ലജല്ല പ്രസൻ്റ് ആയിരുന്നു. ഫ്ലജല്ല പറഞ്ഞു നമ്മൾ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന അപ്പൻഡേജ് ആണ് അല്ലേ. സോ ഇവിടെ മാത്രം റോഡോഫൈസയിൽ മാത്രം ഫ്ലജല്ല ഈസ് ആബ്സെൻറ്റ്, ഫ്ലജല്ല ഇല്ല. ആൻഡ് ഫുഡ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്ലോറീഡിയൻ സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ്. ഓക്കെ, ദെൻ റീപ്രൊഡക്ഷൻ. 3 ടൈപ്സ് റീപ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ഇറ്റ് ഇസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇവിടെ ശ്രദ്ധിക്കുക, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ത്രൂ നോൺ മോട്ടൈൽ സ്പോർസ്. ആ വാക്ക് ശ്രദ്ധിക്കണം, നോൺ മോട്ടൈൽ സ്പോർസ്. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു ഫ്ലജല്ല ആബ്സെൻ്റ് ആണെന്നല്ലേ. ഫ്ലജല്ല പ്രസൻ്റ് അല്ല, ഫ്ലജല്ല ഇതിനില്ല. അതുകൊണ്ട് തന്നെ നോൺ മോട്ടൈൽ സ്പോർസ് വഴിയായിരിക്കും അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതായത് എന്താ, ഫ്ലജല്ല ഉണ്ടെങ്കിലേ മൂവ്മെൻറ്റ് പറ്റുള്ളൂ. അതൊരു മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന അപ്പൻഡേജ് ആണ് അല്ലേ. സോ ഫ്ലജല്ല ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? നോൺ മോട്ടൈൽ സ്പോർസിൻ്റെ സഹായത്തോടെയാണ്. ഓക്കെ, ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇറ്റ് ഇസ് ഹാപ്പനിങ് ത്രൂ നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അവിടെ ഗ്യാമേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഇവിടെയും ഫ്ലജല്ല ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ത്രൂ നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ്. എക്സാമ്പിൾ പറയുമ്പോൾ ദെൻ എക്സാമ്പിൾസ് നോക്കുക. റോഡോഫൈസയ്ക്ക് എക്സാമ്പിൾസ് ആണ് പോളിസൈഫോണിയ, പോർഫൈറ, ഗ്രേസിലേറിയ, ജലീഡിയം. ഓക്കെ, ഓർത്തിരിക്കുക, റോഡോഫൈസയ്ക്ക് എക്സാമ്പിൾസ് ആണ് പോളിസൈഫോണിയ, പോർഫൈറ, ഗ്രേസിലേറിയ, ജലീഡിയം. ഓക്കെ, സോ ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. സോ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്സ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഓക്കെ.